ജോർജ് കരിന്തോളിൽ MCBS നിത്യതയിലേക്ക് യാത്രയായി. നമ്മുടെ ജോർജച്ചൻ നമ്മളെ വിട്ടുപോയി എന്ന് ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അത് MCBS സഭയെ മാത്രമല്ല, കത്തോലിക്ക സഭയെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജോർജച്ചനെ അറിയുന്ന എല്ലാവരെയും ഇത് ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം അച്ഛൻ്റെ ജീവിതം എന്നും ഞങ്ങൾക്കും, ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ താമസിച്ച ഞങ്ങൾക്കും, കൂടെ താമസിക്കുന്ന ഞങ്ങൾക്കും, സഭയിലുള്ള എല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെ. കാരണം അച്ഛൻ എല്ലാവരെയും കേൾക്കുന്ന ഒരച്ഛനായിരുന്നു. അച്ഛൻ എല്ലാവരുടെയും കൂടെ സമയം ചെലവിടുന്ന ഒരച്ഛനായിരുന്നു. വിശുദ്ധിയുള്ള, പുണ്യം നിറഞ്ഞ ഒരു വൈദികനാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2.5 വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ ഇവിടെ കാലടിയിലുള്ള MCBS ധ്യാനകേന്ദ്രത്തിൽ, ദിവികാരുണ്യ ആശ്രമത്തിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് മാത്രമല്ല, അച്ഛൻ്റെ കൂടെ മുമ്പ് താമസിച്ചിട്ടുള്ളവർക്കും അച്ഛൻ്റെ കൂടെ ഇന്ന് താമസിക്കുന്നവർക്കും ഒക്കെ പറയാനായിട്ടുള്ള കാര്യം, അച്ഛൻ്റെ വിശുദ്ധിയും ലാളിത്യവും നന്മയും വിശുദ്ധിയും നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച്. അത് അച്ഛനെ അടുത്തറിയുന്നവർക്കാണ് അത് കൂടുതൽ അനുഭവവേദ്യമാകും. പലരും സ്റ്റാറ്റസുകളിലൊക്കെ, സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ സ്റ്റാറ്റസുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഇടുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനെ നഷ്ടമായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ഗുരുവിനെ നഷ്ടമായി, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയ ഞങ്ങളുടെ ജോർജ് അച്ഛൻ ഇനിയില്ല, ഇനി ആരാണ് അച്ഛൻ്റെ സ്ഥാനത്ത് എന്നുള്ള ചോദ്യങ്ങളാണ് അച്ഛനെ കുറിച്ചുള്ളതും അച്ഛനെ കുറിച്ചുള്ള നന്മകളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ രോഗാവസ്ഥയിലൊക്കെ ആയിരുന്ന സമയത്ത് അച്ഛൻ്റെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അച്ഛന്മാരാണ് കൂടുതൽ സമയം അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ചെലവഴിച്ചത്. അച്ഛനെ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം അച്ഛന് ഒരിക്കൽ മാത്രമാണ് അച്ഛൻ പറഞ്ഞത്, അത് ഇപ്രകാരമാണ്: ഇതുപോലുള്ള അസുഖം, ഇതുപോലുള്ള ശാരീരിക ബുദ്ധിമുട്ട് ആർക്കും വരാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അത്രമാത്രം ശാരീരികമായുള്ള ബുദ്ധിമുട്ടും വേദനയും അനുഭവിച്ചിട്ടാണ് ആ സമയത്തുമാണ് അച്ഛൻ മറ്റുള്ളവരെ കേട്ടിരുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി സമയം അച്ഛൻ ബാക്കി വെച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതം ഞങ്ങൾക്ക് എന്നും ഒരു വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ അവസാന ദിവസങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തൊക്കെ സമയം ചെലവിടുമ്പോഴൊക്കെ അച്ഛൻ്റെ രോഗത്തെക്കുറിച്ചൊന്നുമല്ല അച്ഛൻ ചോദിക്കണത്. അച്ഛൻ പറയണം, തിരിച്ചു വന്നിട്ട് ആശ്രമത്തിൽ വന്നിട്ട് അച്ഛന് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇവിടെ നടക്കാനിരിക്കുന്ന ധ്യാനത്തെക്കുറിച്ച്, ഇവിടേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച്, അച്ഛൻ്റെ സഹായവും പല രീതിയിൽ കൈപ്പറ്റുന്ന ആളുകൾക്ക് അത് ചെയ്യാനായിട്ടുള്ള അച്ഛൻ്റെ തിരക്ക്, ഇതൊക്കെയാണ് അച്ഛൻ ഞങ്ങളോട് ചോദിക്കുന്നത്. ഇതാണ് അച്ഛന് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ശാന്തമായ ഒരു ഉറക്കമായിരുന്നു അച്ഛൻ്റെ മരണം. അത് ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ്. കാരണം വളരെ ശാന്തമായിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ ഒരു ജോർജ് അച്ഛൻ. ദൈവത്തിൻ്റെ നിയോഗം ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ യാത്ര തുടരുക എന്നുള്ളതായിരുന്നു ജോർജ് അച്ഛനെ കുറിച്ചുള്ള നിയോഗം. ആ നിയോഗത്തോട് ഞങ്ങളും അച്ഛൻ്റെ കൂടെ ദൈവത്തിൻ്റെ തീരുമാനത്തോടു കൂടെ നിൽക്കുകയാണ്. എല്ലാവരും പറയുന്നത് പോലെ ഒരു പുണ്യം നിറഞ്ഞ ജീവിതമാണ്. ആരെയും മാറ്റി നിർത്താതെ, ആരോടും തരംതിരിവ് കാണിക്കാതെ, ജാതിയില്ല, ഭാഷയില്ല, മതമില്ല, എല്ലാവരെയും ഒരുപോലെ കരുതുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹമായിരുന്നു കരിന്തോളച്ചൻ. തീർച്ചയായിട്ടും ഇനി അച്ഛൻ്റെ ശാരീരിക സാന്നിധ്യം ഞങ്ങളുടെ സഭയിലില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അച്ഛൻ സ്വർഗത്തിലിരുന്ന് MCBS സഭയ്ക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വരുന്ന കാലങ്ങളിൽ സഭയിലേക്ക് വരാനിരിക്കുന്ന ദൈവവിളിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ശക്തനായിട്ടുള്ള മധ്യസ്ഥനായിട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയൊക്കെ അച്ഛൻ സ്വർഗത്തിലിരുന്ന് ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുമെന്നുള്ള വലിയ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സഭയും പ്രത്യേകിച്ച് എല്ലാ വൈദികരും, സിസ്റ്റേഴ്സും, വിശ്വാസികളും, അച്ഛനറിയാവുന്ന അന്യമതസ്ഥരുമൊക്കെ ഒരുപാട് വേദന അനുഭവിക്കുന്ന മണിക്കൂറുകളാണ്. എല്ലാവരുടെയും വേദനകളോടുകൂടി ചെന്ന് ഞങ്ങൾ ചേരുകയാണ്. അച്ഛൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ആ ഒരു വിശ്വാസത്തോടു കൂടി അച്ഛൻ്റെ സ്വർഗീയ യാത്രയിൽ നമുക്കും ഒരുമിച്ച് കൂടാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടെ.